ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടുവാൻ വലിയവനായ ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് എല്ലാ മഹത്വവും കരേറ്റുന്നു. സങ്കീർത്തനം 86 5 വാക്യത്തിൽ വായിക്കുന്ന പോലെ, കർത്താവെ, നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവുമാവുന്നു. ഈ സന്ധ്യ സമയത്ത് നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്. നമ്മുടെ കർത്താവ് ക്ഷമിക്കുന്നവനാണ്. തന്നോട് അപേക്ഷിക്കുന്നവനോടൊക്കെയും മഹാദയാലുവാകുന്നു. ആ കർത്താവിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ പ്രോഗ്രാം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രേസ് ആൻഡ് പ്രെയർ ചെയ്യുന്നത് എൽസി ബേബി ആന്റി. 2 സോങ് നമുക്കായിട്ട് പാടുന്നത് ഷേർലി ബാബുക്കുട്ടി ആന്റി. നമുക്കായിട്ട് ഇന്ന് മെസ്സേജ് തരുന്നത് സിസ്റ്റർ ഷേർലി കോശി. അതിനുശേഷം 20 മിനിറ്റ് ആണ് മെസ്സേജ്. അതിനുശേഷം പ്രെയർ, നമ്മൾ വിവിധ വിഷയങ്ങളായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് 7:25 വരെയുള്ള സമയം. ക്ലോസിംഗ് പ്രെയർ ചെയ്യുന്നത് പ്രസന്ന നാരായണ ആന്റി. ഇപ്പോൾ നമുക്ക് പ്രേസ് ആൻഡ് പ്രെയറിനായിട്ട് എൽസി ബേബി ആന്റിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ വായിച്ചു കേട്ടതുപോലെ നീ ക്ഷമിക്കുന്നതിന് മഹാദയാലുവുമാകയാൽ സ്തോത്രം. എന്റെ തൃപ്പാദത്തിൽ മുട്ടുകുത്തുവാൻ തന്ന ഈ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിന്റെ ഭവനത്തിൽ ദൈവമക്കളായി വീണ്ടും ജനിക്കുവാൻ തന്ന മഹാഭാഗ്യത്തിനായിട്ട് സ്തോത്രം. അങ്ങനെ ജനിച്ച നിന്റെ മക്കളാണ് കൂടി വന്നിരിക്കുന്നത്. നിന്റെ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയ നിന്റെ പ്രിയ മക്കൾ ഒന്നിച്ചുകൂടി നിന്റെ സന്നിധിയിൽ വരുമ്പോൾ എത്ര സന്തോഷമാണ്. അവരുടെ സ്തുതി സ്തോത്രങ്ങൾ കേൾക്കുവാൻ, പാട്ടുകൾ കേൾക്കുവാൻ, ആരാധന സ്വീകരിപ്പാൻ, വചനങ്ങൾ തരുവാനൊക്കെ നീ ഞങ്ങളുടെ മധ്യ എഴുന്നേൽക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത്ര വലിയവനായ ദൈവത്തിന്റെ മുമ്പാകെ വരുവാനുള്ള യോഗ്യത ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. എന്നാൽ ഞങ്ങളെ അതിന് യോഗ്യതയുള്ളവരാക്കി തീർത്തു. പാപച്ചേറ്റിൽ കിടന്ന ഞങ്ങളെ കോരിയെടുത്ത് നിന്റെ മക്കളാക്കി തീർത്ത വൻ ദയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവെ, ഞങ്ങൾക്ക് ഇങ്ങനെ പല നാളുകളായിട്ട് കർത്താവെ എത്രയോ 219 പ്രാവശ്യം നിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയുമായി കൂടി വരാൻ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്നും അതേ വിധത്തിൽ അനേക വിഷയങ്ങൾ നിന്റെ മകൻ നികത്തി വയ്ക്കുവാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ വന്നത് എൻ്റെ ഉദ്ദേശം നീ അറിയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായിട്ട് ഏതെങ്കിലും അകൃത്യങ്ങൾ ഞങ്ങളുടെ ആരുടെയെങ്കിലും ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് ഇന്ന് നിന്റെ സന്നിധിയിൽ കഴിക്കുന്ന അഭയാതന മുഴുവനും നീ തക്ക സമയത്ത് കേട്ട് തക്ക സമയത്ത് മറുപടി നൽകി ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന എല്ലാവർക്കുമായിട്ട് സ്തോത്രം. പലരും ക്ഷീണാവസ്ഥയിൽ കഴിയുന്നുണ്ട്. കർത്താവെ, നിന്റെ മകൾ ഷീബാക്ക് ക്ഷീണമാണെന്ന് കേട്ടു. നിന്റെ മകളോട് കൂടെ ഇരിക്കണമേ. വളരെ അധ്വാനിക്കുന്ന നിന്റെ മകളാണ്. വചനത്തിൽ പറയുന്ന പോലെ വളരെ അധ്വാനിക്കുന്ന മറിയയെ കുറിച്ച് കേട്ട് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിന്റെ മകളും വളരെ അധ്വാനിക്കുന്നവളാണ്. മകളോട് ദയ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ആരെങ്കിലും ക്ഷീണാവസ്ഥയിൽ ഇരിക്കുന്നുവെങ്കിൽ അവരോട് ദയ തോന്നണമേ. രോഗികൾ ഞങ്ങളുടെ ഇടയിലുണ്ട്, അവരോടും ദയ തോന്നണമേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമനപ്പെട്ട് കൂടി വരുവാൻ സാധിക്കാതെ ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന ഞങ്ങളെല്ലാവരും ഏക മനസ്സോടുകൂടെ ഏകാഗ്രതയോടുകൂടെ നിന്റെ സന്നിധിയിലെ സന്തോഷ പരിപൂർണത അനുഭവിച്ചുകൊണ്ടിരിപ്പാൻ തക്കവണ്ണം ആദ്യോടന്ത ഞങ്ങളോട് കൂടെ ഇരുന്ന് തെറ്റുകളൊക്കെ ക്ഷമിച്ച് ഞങ്ങൾ കേട്ടതുപോലെ തന്നെ നീ ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമാണല്ലോ. കർത്താവേ, നീ നല്ലവനാണല്ലോ. നീ എല്ലാവർക്കും നല്ലവനാണല്ലോ. ഞങ്ങൾക്കെല്ലാം നീ നല്ലവനായിരുന്നു. ഇന്നും കർത്താവെ, നിന്റെ സന്നിധി ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് നിന്റെ ദൈവ വിശ്വസ്ത മാത്രമാണ്. ആ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങൾ കഴിക്കുന്ന ആരാധന നീ സ്വീകരിക്കണം. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണം. കേട്ടതുകൊണ്ട് സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയിരിക്കാൻ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു ആന്റി. പാൻഡത്തിന്റെ പേരിലുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് 2 പാട്ടുകൾ കേൾക്കാം. ദൈവത്തിൽ വായിക്കുന്നത് പോലെ, യഹോവയുടെ കൃപകളെ കുറിച്ച് ഞാൻ എന്നേക്കും പാടും. അതെ, ദൈവത്തിന്റെ കൃപകളെ ഓർത്ത്, നമ്മുടെ കർത്താവ് നമുക്ക് തരുന്ന കൃപകളെ ഓർത്ത് നമുക്ക് പാടുവാൻ, പാടി സ്തുതിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. 2 പാട്ടുകൾ നമുക്കായി പാടുന്നതിന് വേണ്ടി ഷേർലി ബാബുക്കുട്ടി ആന്റിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു സുനി. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്കും ഇങ്ങനെ വീണ്ടും ഒരവസരം കൂടി തന്ന ഷീബ ആന്റിയോടും മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി അറിയിക്കുന്നു.
വളരെ പഴയ 2 പാട്ടുകളാണ് പാടുവാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ പാട്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ 69ാമത്തെ പാട്ടാണ്. ടി.കെ. സമൂൽ സാർ എഴുതിയ നമ്മുടെ കർത്താവിന് സ്തുതിഗാനം പാടും എന്ന് ആ കർത്താവിൻ്റെ മഹിമയെ വർണ്ണിച്ചുകൊണ്ടുള്ള ആ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ആ കാര്യങ്ങളെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ്. ആദ്യം പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പാടും ദിനവും ഞാൻ സ്തുതിഗാനം പരമതാതൻ തൻ സുതദാനം പാപികൾക്കായി നൽകിയതീനെ പറഞ്ഞു തീർക്കാൻ സാധ്യമതാമോ? പാപികൾക്കായി നൽകിയതീനെ പറഞ്ഞു തീർക്കാൻ സാധ്യമതാമോ? നിത്യസത്യനുടയവനെന്നാൽ നരർ നിമിത്തം ദരിദ്രനായി തീർന്ന നിത്യസത്യനുടയവനെന്നാൽ നരർ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിനച്ചാൽ ഞാനുമദീനായി പകരമെന്താണേകുവതിന്നാൾ കൃപ നിനച്ചാൽ ഞാനുമദീനായി പകരമെന്താണേകുവതിന്നാൾ വൈരികൾക്കായി സൂനുവെ കൊല്ലാൻ അനുവദിക്കും താതനിലുള്ള വൈരികൾക്കായി സൂനുവെ കൊല്ലാൻ അനുവദിക്കും താതനിലുള്ള സ്നേഹമെൻ്റെ ആയുസ്സിലെല്ലാം വിവരിച്ചാലും തീരുകയില്ല. സ്നേഹമെൻ്റെ ആയുസ്സിലെല്ലാം വിവരിച്ചാലും തീരുകയില്ല. തൃപ്പദത്തിൽ ചുംബനം ചെയ്തും ബാഷ്പവർഷം കാൽകളിൽ പെയ്തും തൃപ്പദത്തിൽ ചുംബനം ചെയ്തും ബാഷ്പവർഷം കാൽകളിൽ പെയ്തും ഇടവിടാതെ കീർത്തനം ചെയ്തും കടമ തീർത്താലും ബദലാമോ? ഇടവിടാതെ കീർത്തനം ചെയ്തും കടമ തീർത്താലും ബദലാമോ? അത്യഗാധം തന്നിനവെല്ലാം അതിശയം തൻ കൃത്യമതെല്ലാം അപ്രമേയം തന്നുടെ സ്നേഹം അവർണ്ണനീയമാണിവയെല്ലാം അപ്രമേയം തന്നുടെ സ്നേഹം അവർണ്ണനീയമാണിവയെല്ലാം പാടും ദിനവും ഞാൻ സ്തുതിഗാനം പരമതാതൻ തൻ സുതദാനം പാപികൾക്കായി നൽകിയതീനെ പറഞ്ഞു തീർക്കാൻ സാധ്യമതാമോ? പാപികൾക്കായി നൽകിയതീനെ പറഞ്ഞു തീർക്കാൻ സാധ്യമതാമോ? അടുത്തായിട്ട് എം.ഇ. ചെറിയ സാറ് എഴുതിയ ഒരു പാട്ടാണ്. ബലഹീനരായ നമ്മളെ താങ്ങുന്ന ഒരു കർത്താവുണ്ട്. അതിന് ആ കർത്താവിനെ പാടി സ്തുതിക്കുന്ന നമ്മുടെ പാഠപുസ്തകത്തിൽ 572ാമത്തെ പാട്ട്. വളരെ പഴയ ഒരു പാട്ടാണ്. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. സ്തോത്രം
സ്തോത്രം എന്നും സ്തോത്രമേ. സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ. എന്നെ തേടി നീ മണ്ണിൽ വന്നെന്നോ, എന്നെ സ്നേഹിച്ചാകയാൽ തൻ ജീവൻ തന്നെന്നോ. എന്നെ തേടി നീ മണ്ണിൽ വന്നെന്നോ, എന്നെ സ്നേഹിച്ചാകയാൽ തൻ ജീവൻ തന്നെന്നോ. ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനെ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. സേനയാലല്ല സ്നേഹത്താലല്ലോ, ജയകിരീടമണിഞ്ഞു വാഴും രാജൻ നീയല്ലോ. സേനയാലല്ല സ്നേഹത്താലല്ലോ, ജയകിരീടമണിഞ്ഞു വാഴും രാജൻ നീയല്ലോ. ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനെ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ഒരിക്കൽ നിന്നെ ഞാൻ നേരിൽ കണ്ടിടും, ശരിക്കു തീരുമന്നു മാത്രമെൻ വിഷാദങ്ങൾ. ഒരിക്കൽ നിന്നെ ഞാൻ നേരിൽ കണ്ടിടും, ശരിക്കു തീരുമന്നു മാത്രമെൻ വിഷാദങ്ങൾ. ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനെ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനെ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. താങ്ക് യു ആന്റി. വളരെ അനുഗ്രഹിക്കപ്പെട്ട രണ്ട് പാട്ടുകൾ നമുക്ക് കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വലിയ ദൈവം നമ്മെ സഹായിച്ചു. പ്രിയ ആന്റിയോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പാൻഡത്തിന്റെ പേരിലുള്ളയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒരു സ്തോത്ര ഗീതവും ഒരു ക്രിസ്തീയ ഗീതവും നമുക്ക് കേൾക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. നമ്മുടെ ബലഹീനതയില് നമ്മെ ശക്തീകരിക്കുന്ന നമ്മുടെ ദൈവം, നമ്മെ തേടി വന്ന ദൈവം, ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്. അവൻ ചെയ്ത ഉപകാരങ്ങൾക്ക് നാം എന്താണ് പകരം നൽകുന്നത്? സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ദൈവം അതിനായി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അടുത്തായിട്ട് നമുക്ക് വചന ശുശ്രൂഷയാണ്. വചന ശുശ്രൂഷ നമുക്കറിയാം, ദൈവവചനം നമ്മുടെ കാലിന് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവുമായിട്ട് തന്നിട്ടുണ്ട്. പ്രിയദാസിയോർത്ത് നമുക്ക് പ്രാർത്ഥനയോടെ ദിവസനിലായിരിക്കാം. ഇപ്പോൾ മെസ്സേജിനായിട്ട് സിസ്റ്റർ ഷെർലി കോശി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു സുനി സിസ്റ്റർ. ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. ഇന്നത്തെ ഇങ്ങനെ ഒരു അവസരം നമുക്കായിട്ട് ഒരുക്കി തന്ന, നമുക്ക് ദാനമായിട്ട് തന്ന ദൈവത്തിന് സകല മഹത്വവും അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണല്ലോ. അതിനായിട്ടാണ് നമ്മൾ കൂടി വന്നിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഒരുങ്ങി വന്നിരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് മുമ്പായി നമ്മൾ ചില കാര്യങ്ങൾ വചന അടിസ്ഥാനത്തിൽ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്കറിയാം, ലോകത്തിലുള്ള 90% ജനങ്ങളും പ്രാർത്ഥനയിൽ ആശ്വാസവും സന്തോഷവും കണ്ടെത്തുന്നവരാണ്. ഭൂരിഭാഗം ജനങ്ങളും യഥാർത്ഥമായ ദൈവത്തെ മനസ്സിലാക്കാതെയാണ് അവരുടെ പ്രാർത്ഥന. കാരണം അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് അതിനകത്തെ വാസ്തവം. ഇവിടെ ആയിരിക്കുന്ന നമ്മൾ എല്ലാവർക്കും സത്യദൈവത്തെ മനസ്സിലാക്കുവാനും അവന്റെ കൃപകളെയും കരുണയെയും ദിനംപ്രതി നമ്മൾ അനുഭവിച്ചുകൊണ്ടാണ് നമ്മളിപ്പോഴും ഈ ദൈവസന്നിധിയിലാകുവാനായിട്ട് ഇടയായത്. ദൈവത്തിന്റെ നന്മയിലും അവന്റെ ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആ ശക്തിയെ നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി പ്രാർത്ഥനയെ നമ്മൾ ഓരോ ദിവസവും ശക്തീകരണം പ്രാപിച്ചുകൊണ്ട് മുന്നേറേണ്ടുന്ന കാലമാണ് ഈ സമയം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രാർത്ഥനയ്ക്ക് മുൻപായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുകയാണെങ്കിൽ നമ്മൾ യഥാർത്ഥമായിട്ട് ദൈവത്തെ അറിയണം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വിഷയം.
ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ദൈവസന്നിധിയിൽ അടുത്തു വന്ന് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ചിന്തിക്കും, കഴിഞ്ഞ അനേക വർഷങ്ങളായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, കർത്താവിന്റെ സന്നിധിയിൽ അടുത്തു വരുന്നു. ചിലപ്പോൾ 20 വർഷം, 30 വർഷം, 40 വർഷം, അങ്ങനെ അനേക വർഷങ്ങളായി ഞാൻ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ അറിയുംവണ്ണം അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഈ ഒരു ശോധനയ്ക്കായിട്ട് നമുക്ക് 86-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചാൽ ദൈവം ആരാണെന്നുള്ള ഒരു വസ്തുത പൂർണ്ണമായിട്ടും അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവം വിശ്വസിക്കുന്നത് ദൈവം ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ദൈവത്തെ നമ്മൾ യഥാർത്ഥമായിട്ട് അറിയാതെ അവന്റെ കരുതലും കാവലും സൂക്ഷിപ്പും ഒക്കെ നമ്മൾ ദിവസം പ്രതി അനുഭവിച്ചറിയുന്നവരാണ്. എന്നാൽ നമ്മൾ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാതെയാണോ ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് കൂട്ടത്തിനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് എന്നുള്ളത് സങ്കീർത്തനക്കാരനായ ദാവീദ് നമ്മളോട് സംസാരിക്കുമ്പോൾ തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കൂടി ആണ് 86-ാം സങ്കീർത്തനം താൻ എഴുതിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അവിടെ പറയുന്നത് ദൈവം ആരാണെന്നുള്ള വസ്തുത പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിലാക്കണം എന്നതാണ്. അതിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ നല്ലവനും ചെയ്യുന്നവരുമാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവിനായിട്ട് ആരും എന്ന് വായിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്ന് ഈ നല്ലവനായ ദൈവത്തെ ശരണമാക്കി നമ്മുടെ പ്രവൃത്തികളെയും തെറ്റുകളെയും ദൈവത്തോട് ഏറ്റു പറഞ്ഞ് ക്ഷമ ചോദിച്ചതിന് ശേഷം ആയിരിക്കണം നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരേണ്ടത് എന്നുള്ളത് ഈ ദാവീദ് നമ്മളെ ഓർമ്മിക്കുന്നു. നമുക്കറിയാം ദാവീദിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ദൈവം മഹാദയാലുവാണ് എന്നുള്ള വിവരവും നമ്മൾ മനസ്സിലാക്കണം. ദാവീദ് ചെറുപ്പത്തിൽ തന്നെ നമുക്കറിയാം ദൈവത്തെ ഭയപ്പെട്ട് ദൈവ വഴിയിൽ മുന്നോട്ട് പോയ ദാവീദിന്റെ ജീവിതത്തിൽ പല സംഭവങ്ങളിൽ കൂടെയും ദാവീദ് കടക്കുവാനായിട്ട് ഇടയായി. ഇതൊക്കെയും താൻ ചെയ്ത തെറ്റുകൾ അനവധിയാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ താൻ ചെയ്ത തെറ്റിൽ തന്നെ താൻ നിർത്താതെ വണ്ണം അത് ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട് തന്റെ ആ തെറ്റുകളെ വീണ്ടും ആവർത്തിക്കാതെ വണ്ണം തന്നെ താൻ സൂക്ഷിക്കുന്നതുമായ ഒരു ദാവീദാണ് കർത്താവിന്റെ ആ മഹാദയയെക്കുറിച്ചും തന്റെ ജീവിതത്തിൽ യഹോവ നല്ലവനും ആണെന്ന് ക്ഷമിക്കുന്നവനും ആണെന്ന് രുചിച്ചറിഞ്ഞ ആ ദാവീദ് എഴുതിയേക്കുന്ന സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്, ദൈവത്തെ നമ്മൾ അറിയണം എങ്കിൽ ആ യഥാർത്ഥമായ ദൈവത്തിന്റെ സ്നേഹത്തെയും അവന്റെ കരുതലിനെയും നമ്മൾ മനസ്സിലാക്കി വേണം ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ. കാരണം നമ്മുടെ ദൈവം നല്ലവനാണ്, ദൈവം ക്ഷമിക്കുന്നവനാണ്. ദൈവം രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത്, ദൈവം ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട് ദൈവം മഹാദയാലുവാണെന്നുള്ളത്. ആ ദയക്കായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ കർത്താവ് നമ്മളോട് ദയ കാണിച്ചില്ല ഇരുന്നുവെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ അടുത്ത് വരുവാനായിട്ട് കഴിയുകയില്ലായിരുന്നു എന്നുള്ള സത്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ആ അറിവോടുകൂടി ആയിരിക്കണം നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരണ്ടേ. അതിന്റെ തന്നെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ദൈവം ദേവന്മാരിൽ ദൈവത്തിന് തുല്യനായവൻ ആരും ഇല്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം ഈ ലോകത്തിൽ അനേക ദേവന്മാരുണ്ട്, അനേകര് ജ്ഞാനികളായവര് നല്ല ബുദ്ധിയുള്ളവരൊക്കെയും ഈ ദേവന്മാരുടെ പുറകെ പോയിട്ട് അവർക്ക് കണ്ണുണ്ടെങ്കിലും കാണാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത ദേവന്മാരെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദാവീദ് ജീവിച്ചിരുന്ന കാലത്തും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ദാവീദ് പറയുന്നത് നമ്മളുടെ ദൈവം ആരാണെന്നുള്ള സത്യം ഇവിടെ ബോധിപ്പിക്കുന്നു. ദേവന്മാരിൽ ദൈവത്തിന് നമ്മുടെ
ദൈവം ദേവന്മാരിലൊക്കെയും എത്രയോ മഹത്വധാരി ആണ് എന്നുള്ളത്, അതെ, നമ്മുടെ ദൈവം ദേവാദി ദേവൻ ആണ് എന്നുള്ള ആ സത്യത്തെ നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് അടുത്തു വരുവാൻ വേണ്ടിയിട്ട്. ഇവിടെ 4-ാമത്തെ കാര്യം പറയുന്നത് ദൈവത്തിന്റെ പ്രവൃത്തികൾ വളരെ ഭയങ്കരമാണ്. ഈ ദൈവത്തിന്റെ പ്രവൃത്തികളെ നമ്മൾ അറിയാത്തവരല്ല. കാരണം ദിവസം തോറും നമ്മൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നമ്മളുടെ ഓരോ സ്റ്റെപ്പും നമ്മൾ മുന്നോട്ട് വെക്കണമെങ്കിൽ ഈ അത്ഭുതകരമായ പ്രവൃത്തിയിൽ കൂടി മാത്രമേ നമ്മൾക്ക് ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ ഒരു സത്യത്തെ നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ അവന്റെ ഭയങ്കരത്വത്തെ നമ്മൾ ഭയപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണം. നമ്മുടെ ചിന്തകളും വളരെ അപ്പുറമാണ്. നമ്മുടെ ചിന്തകൾക്കൊക്കെയും എത്രയോ അപ്പുറമാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്നുള്ളത്. 13-ാം വാക്യത്തിൽ നമ്മോടുള്ള ദൈവത്തിന്റെ മഹാദയയെ കുറിച്ചാണ് വീണ്ടും അവിടെ പറഞ്ഞിരിക്കുന്നത്. എത്രയോ നമ്മൾ മനസ്സിലാക്കി നമുക്ക് ദൈവം നമ്മോട് കരുണയുമാറാകട്ടെ. നമ്മോട് ദൈവം ദയ കാണിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളൊന്നും ഈ പദവിയിലേക്ക് വരികയില്ലായിരുന്നു. ഇന്ന് നമ്മൾ ഇവിടെ കൂടി വരുന്ന അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനോ പാടുവാനോ ഒന്നും നമുക്ക് സാധിക്കുകയില്ലായിരുന്നു. കർത്താവ് നമ്മളോട് കാണിച്ച വലിയ ദയയും ആ ക്ഷമയും ആ സ്നേഹവുമാണ് നമ്മളെ ഇവിടെ കൂട്ടി വരുത്തിയത് എന്നുള്ള അറിവോടുകൂടി നമ്മൾ ഇവിടെ ആയിരിക്കണം. അവിടെ തന്നെ വീണ്ടും പറയുന്നു, അധമ പാതാളത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ച ദൈവം ആണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതെ, അധമ പാതാളത്തിലായിരുന്ന നമ്മളെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ ക്രൂശിലെ മരണം മൂലം നമുക്ക് തന്ന വിടുതൽ കൊണ്ടാണ് നമ്മൾ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ എന്താണോ അത് നമ്മളായി തീർന്നിരിക്കുന്നത് ദൈവത്തിന്റെ വലിയ സ്നേഹമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഇവിടെ ആയിരിക്കണം. ധനവാനായ മനുഷ്യന്റെ നമുക്കറിയാം പരിതാപകരമായ അവസ്ഥയിൽ നിന്നുള്ള രക്ഷയ്ക്കായിട്ടുള്ള ആ നിലവിളി നമ്മൾക്ക് അറിയാവുന്നതാണ്. അബ്രഹാം പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് എന്നെ ഇവിടുന്ന് രക്ഷിക്കണം എന്നുള്ള ആ നിലവിളി നമ്മുടെ കാതുകളിൽ മുഴങ്ങി കേൾക്കണം. എന്നാൽ ആ അവസ്ഥയിൽ നിന്നാണ്, അങ്ങനെയുള്ള ഒരവസ്ഥയിലായിരുന്നു നമ്മളുടെയും സ്ഥിതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ അവസ്ഥയിൽ നിന്നാണ് ദൈവം നമ്മളെ അവന്റെ ദയ കൊണ്ട് രക്ഷിച്ച് ദൈവത്തോട് ഉള്ള ആ സമ്പർക്കത്തിൽ ആ സംസാരിക്കുവാനുള്ള ഒരു അവസരം ഒരുക്കി തന്ന ദൈവം ആരാണെന്നുള്ള ആ പരിജ്ഞാനത്തിൽ വേണം നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കുവാൻ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വീണ്ടും കാണുന്നു, കരുണയും കൃപയും നിറഞ്ഞ ദൈവം, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ള ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് കരുണയെക്കുറിച്ചും ദയയെക്കുറിച്ചും ദീർഘക്ഷമയെക്കുറിച്ചും മഹാദയയെക്കുറിച്ചും അവന്റെ മാറാത്ത വിശ്വസ്തതയെ കുറിച്ചാണ്. ഇതെല്ലാം നമ്മൾ പ്രാർത്ഥനയ്ക്ക് മുൻപായിട്ട് അവൻ നമ്മളോട് കാണിക്കുന്ന കരുണയെയും കൃപയെയും മഹാദയയും വിശ്വസ്തതയെയും മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് എത്ര ശ്രേഷ്ഠകരമായ ഒരറിവാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. അവസാന ഭാഗത്തായിട്ട് അതിന്റെ 17-ാം വാക്യത്തിൽ ദൈവം നമ്മുടെ ഏത് അവസ്ഥയിലും ആശ്വസിക്കുവാൻ തക്കവണ്ണം മതിയായവനായ വാക്കുകൾ, അതെ, ദൈവികങ്ങൾ മാറാത്ത ഒരു വചനം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥത്തെയും അതിന്റെ വിലയെയും നമുക്ക് മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആ ദൈവ ആശ്രയം എനിക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയം വെക്കാതെ നമുക്ക് പ്രാർത്ഥന കഴിയുന്നില്ല. പല വിഷയങ്ങളും നമ്മൾ ദൈവത്തിൽ നമ്മൾ എന്ന് പറയുന്നത് വേറെ ഒന്നും നമുക്കൊന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരു നമ്മുടെ ദൈവസന്നിധിയിൽ അടുത്ത് വരുമ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് വലിയ ആശ്രയമായി തീരുന്നത്. ദാനിയേലിന്റെ ജീവിതത്തിലെ ദൈവത്തിലുള്ള ആശ്രയം. ദാനിയേലിന്റെ ജീവിതം ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള പുരുഷനായിരുന്നു. തനിക്ക് എന്ത് സംഭവിച്ചാലും ദൈവത്തിന് അത് ആ സാഹചര്യങ്ങളെ ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവ്
ലഭിച്ചത് തനിക്ക് ദൈവത്തിലുള്ള ആശ്രയമായിരുന്നു. വളരെയധികം സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയ ദാനിയേൽ ജീവിതത്തിൽ എല്ലാ വലിയവനായും അനുകൂലവും ഈ ലോകം മൊത്തം ഈ ദൈവത്തെ എന്ന് രാജാവ് പറയത്തക്ക വണ്ണം ദാനിയേലിന്റെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരുകയും ചെയ്തതിന്റെ കാരണം അത് ദൈവത്തിലുള്ള ഒരു ആശ്രയമായിരുന്നു. തന്റെ മുന്നിൽ കണ്ടത് ഒരു മനുഷ്യനെ അല്ലായിരുന്നു ആശ്രയിക്കുവാൻ, ആ രാജാവിനെ അല്ലായിരുന്നു, താൻ ആരെയും ഹലോ രക്ഷിക്കാനായിട്ട് ഉണ്ടായിരുന്നത് തന്റെ ആശ്രയമായിരുന്ന, അതെ, തന്റെ ആശ്വാസദായകനായ ദൈവത്തിൽ മാത്രമായിരുന്നു തന്റെ ആശ്രയം വെച്ചിരുന്നത്. അവിടെ എല്ലാം വിജയം നേടിയ ഒരു ദാനിയേലിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് അടുത്തു വരുമ്പോൾ ഈ ആശ്വാസദായകൻ ഞങ്ങളുടെ കൂടെയുണ്ട്, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, എന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തിൽ തന്നെ നമുക്ക് പ്രാർത്ഥനയിൽ കർത്താവിനെ നമുക്ക് അറിയേണ്ടതുപോലെ അറിഞ്ഞ് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ദൈവം ആരാണെന്ന് അറിയുവാൻ തക്കവണ്ണം ശിഷ്യന്മാർ വളരെയധികം പരിശ്രമിച്ചു. കർത്താവിന്റെ കൂടെ താന് ശിഷ്യന്മാരുടെ വളർച്ചയൊക്കെ നമുക്കറിയാവുന്നതാണ്. വളരെയധികം പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടിയൊക്കെയും അവരും കടന്നുപോയി. എങ്കിലും അവർ കർത്താവിന്റെ കൂടെയുള്ള നടത്തത്തിൽ അവർക്ക് വളരെയധികം കർത്താവിനെ കുറിച്ച് അറിയുവാനായിട്ടുള്ള അവർ നടത്തിയെങ്കിലും അവർക്ക് അത് അറിയുവാനായിട്ട് കഴിഞ്ഞില്ല. യേശുക്രിസ്തുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ സംശയങ്ങളും വിശ്വാസത്തിന്റെ കുറവും ഉള്ളതായിട്ട് നമ്മൾ കാണുന്നു. കർത്താവിൽ നിന്ന് ആശ്വാസം നമുക്ക് ലഭിക്കണമെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംശയങ്ങളോ വിശ്വാസത്തിന്റെ കുറവോ നമ്മളിൽ ആരിലും ഉണ്ടാകുവാനായിട്ട് പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യേശുക്രിസ്തുവിന്റെ വാക്കുകളെയും പ്രവൃത്തികളെയും അവർ കണ്ടിട്ടും വളരെയധികം അത്ഭുതങ്ങളൊക്കെ അവരുടെ മുൻപിൽ നിന്ന് തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു ചെയ്തത്. പല വാക്കുകൾ കൊണ്ടും താൻ പല കാര്യങ്ങളും നേടുവാനൊക്കെയും കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എങ്കിലും അവർ പലതും കണ്ടു, അവർ പലതും കേട്ടു, എങ്കിലും അവർക്ക് പൂർണ്ണമായിട്ട് കർത്താവിനെ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അനേക കാര്യങ്ങൾ യേശു പറഞ്ഞു. അത് നമുക്കറിയാം. തോമസിനോടും പത്രോസിനോടും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾക്ക് അറിയാവുന്നതാണ്. ക്രിസ്തു ആരാണെന്നുള്ളത് മനസ്സിലാക്കുവാൻ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. എന്നാൽ നമ്മുടെ കയ്യിൽ വിശ്വസിക്കത്തക്ക വചനം ഇരിക്കെ നമ്മൾ ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് നമുക്ക് മടുക്കൂടാതെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമ്മൾ ബാധ്യസ്ഥരാണ്. നമുക്ക് വചനം അറിയുന്നത് പോലെ കഴിഞ്ഞ കാലങ്ങളിൽ ദാവീദിന്റെ ജീവിതത്തിലോ ശിഷ്യന്മാരുടെ ജീവിതത്തിലോ ഒന്നും ഇത്രത്തോളം ക്രിസ്തുവിന്റെ സ്നേഹത്തെയോ അവന്റെ വെളിപ്പാടിനെയോ ഒന്നും ആൾക്കാർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പല കാര്യങ്ങളും യേശുക്രിസ്തു ശിഷ്യന്മാരോട് ഉപമകളായിട്ടാണ് അക്കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് സത്യമായിട്ട് തന്നെ നമ്മളുടെ കയ്യിൽ ഉണ്ട്. നമുക്കതൊക്കെയും വിശ്വസിച്ചുകൊണ്ട് ദൈവനീതി പ്രകാരം കർത്താവിന് ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ട് കർത്താവ് ആരാണെന്നുള്ള ആ ഒരു ബോധം നമ്മളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം അവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് തുടർന്നുള്ള ജീവിതം നമ്മൾ നയിക്കേണ്ടതാണ്. ഈ 9 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ മറുപടിക്ക് താമസം വന്നാൽ നിരാശപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം നമ്മുടെ കർത്താവ് നമ്മൾ പറഞ്ഞു കേട്ടതുപോലെ നല്ലവനാണ്, ക്ഷമിക്കുന്നവനാണ്, മഹാദയാലുവാണ്. അവൻ ദേവന്മാരിൽ ഉന്നതനായ ദൈവമാണ്. അവൻ ഭയങ്കര കാര്യങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. അവൻ മനസ്സലിവുള്ളവനാണ്. അവൻ കരുണയും കൃപയും നിറഞ്ഞ ദൈവമാണ്. വിശ്വസ്തയോടെ അന്ത്യത്തോളം നമ്മളെ പുലർത്തുവാൻ തക്കവണ്ണം അവൻ നമ്മളോട് വാഗ്ദത്തം ചെയ്തവനാണ്. ആ ദൈവത്തിന്റെ വാക്കുകൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കുകയുമില്ല. അവൻ നമ്മുടെ ആശീർവാദമാണ്. ഈ കാര്യങ്ങളൊക്കെയും നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട്
കർത്താവ് നമ്മളിൽ ചെയ്ത വലിയ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് ചെലവഴിക്കാം. എത്രയോ സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്കാണ് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. ഇത്ര മഹാനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ദൈവം നമ്മളെ യോഗ്യരാക്കി തീർത്ത ആ സ്നേഹത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥനയിൽ മുന്നേറാം. ഇതെല്ലാം നിവൃത്തിയായത് കാൽവറി ക്രൂശിലാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ദാവീദാണ് ഈ 86 സങ്കീർത്തനം എഴുതിയത്. അന്ന് ദാവീദിന്റെ ജീവിതത്തിൽ കാൽവരിയിലെ ക്രൂശിലെ ദർശനം ഇല്ലായിരുന്നു. എന്നാൽ നമ്മൾ ഇതെല്ലാം നിവൃത്തിയായത് കാൽവറി ക്രൂശിലാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അത് കാരണം ആ കാൽവറിയിലെ ക്രൂശിലെ മരണം നമ്മളോട് കാണിച്ച മഹാദയയാണ്, അവന്റെ വിശ്വസ്തതയാണ്. അവൻ ദേവന്മാരിൽ ഉന്നതനായിട്ട് ഇന്ന് ഇരിക്കുന്നത് കൊണ്ടാണ് അവൻ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത്. അവൻ മനസ്സലിവുള്ളവനാണ്. നമുക്കറിയാം സുശേഷത്തിൽ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. അവൻ അനേകരെ പോഷിപ്പിച്ചതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെയൊക്കെയും അത് കർത്താവിന്റെ മനസ്സലിവ് കൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെയും ചെയ്യുവാനായിട്ട് ദൈവം പ്രസാദിച്ചത്. അനേക കുരുടരെയും മുടന്തരെയും അനേക രോഗികളെയും ഒക്കെ സൗഖ്യമാക്കിയ ദൈവത്തിന്റെ ആ മനസ്സലിവ്. എന്നാൽ ആ ക്രൂശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മള് അധമ പാതാളത്തിലേക്ക് ഇടുന്ന നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ നമ്മളോട് കാണിച്ച ആ മനസ്സലിവിനെ നമുക്ക് ഓർക്കാം. അവൻ കൃപയും കരുണയും ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സകല പാപങ്ങളും വഹിച്ചുകൊണ്ട് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി, നമ്മളോട് കരുണ കാണിക്കുവാൻ വേണ്ടി, നമ്മളോട് കൃപ കാണിക്കുവാൻ വേണ്ടി ആണ് കാൽവറി ക്രൂശിൽ അവൻ മരിച്ചതോളം നമുക്ക് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു വിഷയത്തെ നമ്മുടെ ഉള്ളിൽ നമ്മളത് പ്രതിഷ്ഠിച്ചുകൊണ്ടായിരിക്കണം നമ്മളുടെ ഓരോ പ്രാർത്ഥനയും നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. വിശ്വസ്തയോടെ നമുക്ക് അന്ത്യത്തോളം നിൽക്കുവാൻ തക്കവണ്ണം ദൈവം ആണ് കാൽവറി ക്രൂശിലെ രക്ഷയെ ഒരുക്കിയത്. നമുക്ക് ആ രക്ഷ ഒരുക്കിയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ വിശ്വസ്തത എന്താണെന്നോ ദൈവത്തിന്റെ മനസ്സിൽ എന്തുവാണെന്നോ അവന്റെ നീതി എന്തുവാണെന്നോ ഒന്നും നമുക്ക് അറിയുവാനായിട്ട് കഴിയുകയില്ലായിരുന്നു. എന്നാൽ ദൈവസ്നേഹം നമുക്ക് കാൽവറി ക്രൂശിലേക്ക് നോക്കുമ്പോൾ കർത്താവ് നമ്മളെ സ്നേഹിച്ച ആ സ്നേഹം, അതെ അവിടുത്തെ ആ ദയ, കർത്താവെ നല്ലവനും നമ്മളോട് നമ്മുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് നമുക്ക് വേണ്ടി ഒരു ജയാളിയായിട്ട് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്ന, ഇന്നും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ആശ്വാസകരമായ ഒരു ജീവിതം നമ്മൾ ഈ ഭൂമിയിൽ നയിക്കുന്നുവെങ്കിൽ നമുക്ക് ഉള്ള ഒരു ആശ്വാസം എന്താണ്? നമ്മുടെ കർത്താവായ യേശു വരും എന്നുള്ളത് നമുക്കൊരാശ്വാസമാണ്. അതാണ്, ആ ആശ്രയത്തിലാണ് നമ്മളുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. ദാവീദിന്റെ ഓരോ സ്റ്റെപ്പുകളുടെ അനുഭവത്തിൽ കൂടി ഈ ദാവീദ് കടന്നു പോകുമ്പോൾ തനിക്ക് 86 സങ്കീർത്തനം കർത്താവായ യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് ആണെന്നുള്ള അറിവോടുകൂടി അതിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തന്റെ തെറ്റുകളെ ഏറ്റുപറയുവാനും സാധിച്ചുവെങ്കിൽ ആ കാൽവരിയിലെ ക്രൂശിലെ ദർശനം കണ്ടുകൊണ്ട് നമുക്ക് ഇന്ന് പ്രാർത്ഥനയോടുകൂടി നമുക്ക് മുന്നേറാം. ആ ഒരു രക്ഷയിൽ, ആ ഒരു മരണത്തിൽ കൂടി അതെ നമുക്ക് തന്ന വലിയ രക്ഷ നമുക്കത് എന്നൊരു ആശ്വാസകരമായി തീരുവാൻ തക്കവണ്ണം നമ്മളോട് ദൈവം കാണിച്ച ആ കരുണയും കൃപയെയും ഓരോ നിമിഷവും നമ്മൾ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ബലഹീനമായ, നമ്മൾ പാർട്ടി കേട്ടതുപോലെ ബലഹീനമായ നമ്മളെ താങ്ങി നിർത്തുവാനായിട്ട് അത് ഈ പ്രാർത്ഥന കാരണമായി തീരട്ടെ. നമ്മളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന നമ്മുടെ അരുമനാഥൻ ഇന്നും നമ്മൾക്ക് വേണ്ടി സ്വർഗത്തിൽ നമുക്ക് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നതെന്നുള്ള ആ സത്യത്തെ നമ്മൾ മനസ്സിലാക്കി അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം അനേകർക്ക് ദൈവം നമുക്ക് വേണ്ടി ഒരു ആശ്വാസദായകനായിട്ട് ഇന്ന് സ്വർഗത്തിൽ ഉണ്ട് എങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളും അനേകർക്ക് ഒരു ആശ്വാസകരമായിട്ട് തന്നെ ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കുവാൻ വേണ്ടി നമുക്ക് അന്യോന്യം പ്രാർത്ഥിക്കാം. ദൈവനാമം ഇന്നും മഹത്വപ്പെടുമാറാകട്ടെ. എനിക്ക് തന്നെ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനവസരം തന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും ഞാൻ അറിയിക്കുന്നു. ആമേൻ. താങ്ക് യു സിസ്റ്റർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാനായിട്ട്, പ്രാർത്ഥനയെ സംബന്ധിച്ച് നമുക്ക് കേൾക്കുവാനായിട്ട് വലിയ ദൈവം നമുക്ക് അവസരം തന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. പാൻഡത്തിന്റെ പേരിലുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു.